MG യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഷെഡ്യൂൾ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ യൂണിവേഴ്സിറ്റി ആ ന്യൂസിൽ പറഞ്ഞേക്കുന്നത് കൊണ്ട് ഒന്നും കൂടി ഒന്ന് പറയാം. അതായത് നമ്മളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് മേ ബി 12-ാം തീയതി വരും. അപ്പോൾ 12-ാം തീയതി വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന് മുമ്പ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ ജസ്റ്റ് ഒരു ട്രയലാണ് കേട്ടോ. അത് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാലാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അടക്കേണ്ട ഫീസൊക്കെ അടക്കേണ്ട ആവശ്യമുള്ളൂ. ട്രയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റ് ട്രയലാണ്. അപ്പോൾ ചിലവർക്ക് ആ ഒരു ഫസ്റ്റ് വന്നേക്കുന്ന കോളേജ് തന്നെ ട്രയൽ വന്നേക്കുന്ന കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരും. ചിലവർക്ക് അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഇതുവരെ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്കും ഈ ഒരു ട്രയൽ വന്നതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. സോ നമ്മളെക്കാട്ടി ഇൻഡെക്സ് മാർക്കൊക്കെ ഉള്ള കുട്ടികൾ നമ്മൾ വെച്ചേക്കുന്ന ആ സെയിം ചോയ്സും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വരാം. അപ്പോൾ അത് മിക്കവാറും നമുക്ക് ഫസ്റ്റ് അത് തന്നെയായിരിക്കും വരിക, പക്ഷേ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി വരാത്തവർ വിഷമിക്കേണ്ട, പിന്നീട് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് അലോട്ട്മെൻറ്റുകൾ വരും കേട്ടോ. ഇൻഡെക്സ് മാർക്കും ഒക്കെ അനുസരിച്ചിട്ട് പിന്നീട് അലോട്ട്മെൻറ്റുകൾ വരും. അപ്പോൾ ഓൾറെഡി വച്ചവർക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് നിങ്ങൾക്ക് ഡേറ്റ മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. അതായത് കുറേ പേര് മിസ്റ്റേക്കൊക്കെ വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ മിസ്റ്റേക്കുകൾ തിരുത്താനായിട്ടൊരു ടൈമുണ്ട്. സാധാരണ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ തിരുത്താൻ പറ്റാറില്ല. എന്തായാലും നിങ്ങൾ നോക്കുക ആ ഒരു ഡേറ്റ മോഡിഫൈയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡേറ്റ മോഡിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് വെച്ചേക്കുന്നത് വേണമെങ്കിൽ സെക്കൻഡിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ ഒരു 5ാമത് വെച്ചേക്കുന്നത് ലാസ്റ്റിലേക്ക് ആക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ കോളേജുകൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ സാധിക്കുന്നതാണ്. ഇതൊന്നും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും സമ്മതിക്കാറുണ്ട്. പക്ഷേ കോഴ്സോ കോളേജോ പിന്നീട് ആഡ് ചെയ്ത് വെക്കണം എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ കഴിയുമ്പോൾ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പുതിയ കോളേജുകളോ കോഴ്സുകളോ നിങ്ങൾ വെക്കാത്ത ഓപ്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളൊന്നും കഴിഞ്ഞിട്ട് അതുപോലെ കോഴ്സുകളോ കോളേജുകളോ ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതല്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 12-ാം തീയതി 13-ാം തീയതിയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡേറ്റ മോഡിഫിക്കേഷനും അതുപോലെ തന്നെ ഈ ഒരു കോളേജ് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ കോഴ്സ് റീ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനും പിന്നെ പുതിയ കോഴ്സോ കോളേജോ ആഡ് ചെയ്യുന്നതിനും ഒക്കെ 12-ഉം 13-ഉമാണ് നമുക്ക് ടൈം തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ ടു സ്പോർട്സ് കോട്ട കൾച്ചറൽ കോട്ട PD കോട്ട ഷാൽ ബി പബ്ലിഷ്ഡ് ഓൺ 13th ജൂൺ. അതായത് നമ്മളുടെ ആ ഒരു സ്പോർട്സ് കോട്ടയുടെയും കൾച്ചറൽ കോട്ടയുടെയും ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ കോട്ടയുടെയൊക്കെ ഫൈനൽ റാങ്ക് ലിസ്റ്റും 13-ാം തീയതി തന്നെ വരും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ അതത് കോളേജായിട്ട് അഡ്മിഷൻ ഉറപ്പാക്കാനായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാന്നുള്ള കാര്യവും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഈ സ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ കൾച്ചറൽ കോട്ടയുടെയും ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കോട്ടകളുടെയും ലിസ്റ്റിൽ വന്നേക്കുന്ന കുട്ടികൾക്ക് 13-14 തീയതികളിലാണ് അതത് കോളേജുകളിൽ നടക്കുന്നത് ആ ഒരു അഡ്മിഷൻ. അപ്പോൾ അത് അങ്ങനെ വന്നേക്കുന്ന കുട്ടികൾ ആ കോളേജായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.